ഓ ഓ ഓ ഓ. നമ്മുടെ ടീം ഇപ്പൊ എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഈ ടീമിൽ എന്താ ചെയ്യണ്ടേന്ന്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരമാവധിയും ചെയ്തിട്ട് എന്റെ റേറ്റിംഗ് മാത്രം കൂടാണ്. ഈ അറ്റാക്കേഴ്സിന്റെ കുഴപ്പമാണ് ഇനി അത്. മിഡ്ഫീൽഡും ഗോൾ കീപ്പേഴ്സും എല്ലാം. നമുക്കൊരു വേറൊരു ചെക്കനുണ്ടായിരുന്നു. എല്ലാം കോട്ടുവാനെക്കാട്ടും ഉണ്ട്. ഇനിയിപ്പൊ അങ്ങനെ എന്റെ ഡിഫൻസ് മൊത്തം ഒരു നീല കളറായി മാറി. ഇപ്പൊ ദാണ്ട കാരിയറൊക്കെ ഉണ്ട് ടീമില്, പക്ഷെ കാര്യമില്ല. കളിച്ചേക്കാം. മാഡ്രിഡ് ഗ്രൂപ്പിൽ നിന്ന് ഔട്ടായിരിക്കുന്നു. നല്ല മാച്ചായിരുന്നു അത്. എന്നോടൊരു എന്നോടൊരുത്തൻ വിളിച്ചു പറഞ്ഞിട്ടില്ലേ, എടാ ആഴ്സണലിലെ മാച്ച് കണ്ടാ മതി, ആഴ്സണലിലെ മാച്ചായിരിക്കും മോർ കോമ്പറ്റേറ്റീവ് എന്നും പറഞ്ഞോണ്ട് അവൻ പറഞ്ഞ കേട്ട് ഞാൻ പോയിരുന്ന് കണ്ടത്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഞാൻ ആ മാച്ച് കണ്ടു. എടാ എന്ത് ഊള ഫസ്റ്റ് ഹാഫാന്ന് അറിയോ? ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്റെ ഇടയിൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ സെക്കൻഡ് ഹാഫ് തൊട്ട് ഞാൻ പിന്നെ കണ്ടത് മൊത്തം ആഴ്സണലിലെ ആഴ്സണലിലെ മറ്റേ മാഡ്രിഡിന്റെ ബായന്റെ മാച്ചായിരുന്നു. അതെന്ത് അടിപൊളി മാച്ചായിരുന്നു. മിനിറ്റിന് ഗോള്. ഇത് ലാസ്റ്റ് മിനിറ്റ് തൊട്ട് ഫസ്റ്റ് മിനിറ്റ് വരെയും ഗോൾ ഉണ്ടായിരുന്നു എന്റെ ഇടയിൽ. സലയുടെ ബ്രില്യൻസ് ഉണ്ടായിരുന്ന. എനിക്ക് കഴിവില്ലാണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. പിന്നെ വൺ സീനായിട്ട് ഞാൻ കറക്റ്റ് സമയത്ത് ആ പാച്ച അവിടെ വന്ന് നിന്നാണ് കൊള്ളാം. കൈ ആടാ അവന്റെ ന്യൂനോ മെൻഡസ് ഇതെന്തുവടേ സാടെ ഓറകളല്ലേ അവിടം വരെ പോകുന്നറിയാൻ വേണ്ടി കൊടുത്തേട്ടാ. പോയിക്കേനെ. ഇന്നലെ ത്രോ ഉള്ള പ്ലേയേഴ്സ്, നന്നായിട്ട് ത്രോ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സിനെ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ വ്യൂസ് മാത്രം തരല്ലേ, ലൈക്കും കൂടി 2-3 ലൈക്കൊക്കെ അടി. അതാണ് വ്യൂ. എല്ലാരും കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് കുറവാണ്. എനിക്ക് ലൈക്കും കൂടി കിട്ടും. ലൈക്കും കൂടി എന്നാലും എനിക്ക് വീഡിയോ ചെയ്യാനൊരു ഇത് കിട്ടുള്ളൂ. അല്ലോവേറിന് കൊടുക്കണം. അല്ലോവേറിന്റെ പേസ് അതാണ് ഇവൻ ഉപയോഗിക്കണ. അല്ലോവേറിനെ കൊണ്ട് പേസ് ഗെയിം കളിപ്പിക്കാനാണ് ഇവൻ നോക്കണ. അതായത് എന്തുപാട് ഞെക്കിട്ട് കൂട്ടാണല്ലോ. അല്ലോവേറിന്റെ പേസിനെ പിടിച്ചേക്കാൻ പറ്റണ്ടേ? ഒരു കുളങ്ങി ഞാൻ അടിക്കാടാ. നിങ്ങൾ എന്റെ വീഡിയോ കാണുമ്പോ ഞാൻ തോക്കുന്ന കണ്ടല്ലോ. വീഡിയോ ഞാൻ എപ്പ ജയിക്കുന്നു അപ്പളേ വീഡിയോ എന്റെ ആവുള്ളേ. ഇത്തിരി പടക്കത്തിന്റെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ വിഷുവിന്റെ സമയത്തൊക്കെ വീഡിയോ ഇടായിരുന്നത് ഇവരൊക്കെ പടക്കം പൊട്ടിച്ചോണ്ടിരിക്കണേന്ന്. രാവിലെ തൊട്ട് പടക്കം പൊട്ടിക്കണ എല്ലാം കൂടി. അതും പൂത്തിരി ഒന്നുമല്ല കത്തിക്കണം, ഗുണ്ടൊക്കെയാണ് പൊട്ടിച്ചിടുന്ന. ഞാൻ വിഷുവിന്റെ സമയത്ത് വീഡിയോ ഇടായിരുന്ന ഒരു കാര്യം അതാണ്. എനിക്ക് അത്ര സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ സമയത്ത് വീഡിയോ ഇടായിരുന്നത്. ഒരു പട്ടി കുരക്കണ സൗണ്ട് ഉണ്ടാവട്ടെ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഒന്നും ഇല്ലേ. നമ്മളൊരു സാധാരണ യൂട്യൂബറാണ്. യൂട്യൂബ് ഇത്തിരി നിങ്ങളൊക്കെ വല്ല ലൈക്കൊക്കെ തന്നെയാണെങ്കിൽ ഒക്കെ തന്നെ ഈ ചാനലൊന്ന് വളർത്തി തരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ഒപ്പിക്കാം.
കാക്കൂനിടിച്ചിട്ട് കേസായി. എന്ത് കാഷ്ടോടത്. എന്തുവാടേ പാസ് മര്യാദ. എന്റെ ഫ്രണ്ട് ത്രീക്ക് ഒരു ഓറ കുറവുണ്ട്. ബോളറിന് അത്യാവശ്യത്തിൽ കൂടുതൽ ഓറയുണ്ട്. ബട്ട് തലക്ക് ഓറയൊക്കെ ഉണ്ട്. ബട്ട് നമ്മളെ എന്തുവാടെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല വൈരായത് കാരണം നമ്മള് ജയിച്ചാലേ വീഡിയോ എൻ്റെ ആവുള്ളൂ. ഞാൻ ഫൈനൽ സ്കോർ കാണിച്ചു തരാം നിങ്ങളെ. വെറുതെ നിങ്ങൾ തോക്കണം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന കാണണ്ടല്ലോ. ഞാൻ ഫൈനൽ സ്കോർ കാണിച്ചു. ഫൈനൽ സ്കോർ 4-0. നമ്മളിങ്ങനെ എന്താ പറയാ, ബാക്ക് റൂംസിന്റെ മൂവി ഇറങ്ങണ്ടല്ലോ. നിങ്ങള് എത്ര പേര് അത് കാണാൻ പോവും? എനിക്ക് കാണണമെന്നുണ്ട്. എനിക്ക് അത്ര വലിയ ബാക്ക് റൂംസിനെ പറ്റി അത്ര വലുതായിട്ട് അറിയില്ലെങ്കിലും കാണണമെന്നുണ്ട് നന്നായിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂവി ഈസ് ഗെറ്റിംഗ് ഡയറക്റ്റഡ് ബൈ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞ റെഡിറ്റിൽ പോസ്റ്റ് വന്നപ്പോഴാണ് ബാക്ക് റൂംസിനെ പറ്റി അറിഞ്ഞത്. അതിനൊരു വീഡിയോ വിഷ്വലായിട്ട് ബ്ലെൻഡറിൽ ഉണ്ടാക്കിയ ഒരു ചെക്കനുണ്ട്, ഒരു 16 വയസ്സുകാരൻ. അവൻ ഇപ്പൊ 20 വയസ്സുകാരനായ അവനെ ആണ് ഇതിന്റെ ഡയറക്ടർ ആക്കിയിരിക്കുന്നത്. അതൊരു നല്ല തീരുമാനമാണ്. ബിക്കോസ് അവനല്ല വേറെ ആർക്കും ഇത്ര നന്നായിട്ട് ബാക്ക് റൂംസിനെ പറ്റി അറിയുന്ന അവന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അത്ര ബാക്ക് റൂംസിനെ പറ്റി അറിയും. ബട്ട് അവനാണ് എന്നെ അരച്ച് കുടിക്കുന്നൊക്കെ പറയില്ല, അതുപോലത്തെ. നിങ്ങളുടെ ഫേവറേറ്റ് മൂവി അതാണ്. എനിക്ക് കുറെ ഫേവറേറ്റ് മൂവീസ് ഉണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്. ഞാൻ കയ്യിലെണ്ണാനൊന്നും പറ്റില്ല, അത്രയും മൂവീസ് ഉണ്ട്. എനിക്ക് റിയൽ സ്റ്റീൽ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ നിങ്ങള്? അടിപൊളി. എന്താ പറയാ, ഒരു നൈസ് ഫീൽ ഗുഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫീൽ ഗുഡ് ആണ്, ഫീൽ ഗുഡ് അല്ലേ എന്ന് ചോദിച്ചാൽ നെത്തലും. യാ, അങ്ങനത്തെ ഒരു മൂവിയാണ് റിയൽ സ്റ്റീൽ. അങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ പേര്. ഞാനിപ്പോ ഓർക്കുന്നില്ല. കുറെ കളി കണ്ടിട്ട് കാണണം അത്. ഇവൻ പോയി. ഞാനെന്തിനാ കളിച്ചിട്ട് ഇത്? ഷൂട്ടിംഗ് പ്രാക്ടീസ് വെക്കാം. ഇനിയിപ്പോ എല്ലാം ബോക്സിന്റെ പുറത്തുനിന്ന് ആയിരിക്കോട്ടെ അടിക്കുന്നത്. ഒന്നും ബോക്സിന്റെ അകത്തുനിന്ന് അടിക്കില്ലേ. ഞാൻ അടുത്ത വീഡിയോയില് എല്ലാം ഓൺലൈൻ പയ്യന്മാരായിട്ട് ജയിക്കാം. ഈ വീഡിയോ ഈ മാച്ചോടെ നിർത്തണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി അത്യാവശ്യമുണ്ട്. എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാൻ പോകും. എല്ലാം പുറത്തുനിന്നായിരിക്കുവേ. യോ, അത് തട്ടിയാണ് കേറിയത്. നിങ്ങളാ ഫോൺ ഉണ്ടായിരുന്നു, അത് തട്ടിയാണ് കേറിയത്. കാണിച്ചിരട്ടെ. ഉണ്ടാ- എടാ, എടാ, ബോള് ഉണ്ടായിരുന്ന ഞക്കിൾ ബോൾ പോലെയാണ് അത് പോയത്. പോലെ എടാ, അടിപൊളി ബോളായിരുന്നോ? എന്ത് അടിപൊളി ഗോളായിരുന്നോ? നിങ്ങള് ആ ഗോളിനെ റേറ്റ് ചെയ്യട്ടാ. ഞാൻ എന്തിനാ അറ്റത്തോട്ട് പോണ? പുറത്തോട്ട് അടി അമ്മ അത് കയറി. ഒരടി അതും കേറിയില്ല. അതോ എന്റെ കാലിൽ തട്ടി തന്നെ.
എന്താടാ ഒന്നും കേറാത്ത? ശരിയല്ല. നല്ല സ്കോർ. ഞാൻ എന്റെ ബെഞ്ചിലുള്ളവന്മാരെ മൊത്തം മാറ്റി. ടീമിന് ഈ റേറ്റിംഗ് കൂടാനുള്ള ഒട്ടും കൂടാനുള്ള. ഈ ഫ്രണ്ടിലുള്ളവന്മാര് കാരണമാണ് റേറ്റിംഗ് കൂടാത്ത. ഇതൊന്നും ഞാൻ സത്യം പറഞ്ഞ അത് കേറിയില്ല. ഭാഗ്യം അത് കേറിയില്ല. സീക്കോക്ക് അറിയാം. സീക്കോക്ക് അറിയാം എന്തെവിടെ വെച്ച് കയറ്റും. സീക്കോക്ക് അറിയാം. ടാക്കിൽ എന്തുവാടേ കാണിക്കണം. മോടിച്ച് മലൊന്നും കുത്തിക്കണേ. ഇവിടെ നിന്നൊരു ഷോട്ട്. പൈസല ഇത് ഞാനിപ്പൊ നിർത്തുവേ. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾ ലൈക്കും കൂടി ചെയ്യട്ടാ. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. അവിടെ എന്തുവാണ് ഇത്? അവന്മാരുടെ കാലന്റെ ഇടയ്ക്കുണ്ട്. അതാണ് എനിക്ക് ഈ മാച്ച് ലോങ് ഷോട്ട് അടിക്കാൻ ഇഷ്ടമില്ലാത്ത. അവന്മാരുടെ കാലന്റെ ഇടയിൽ കൊണ്ട് വെച്ചു. നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ സീക്കോനെ കൊണ്ടിട്ട് അവിടെ പിടിച്ച് നമുക്ക് ഈ പോകുന്നിടത്തെ ഈ പട്ടിയുടെ സൗണ്ട് ഒക്കെ ഉണ്ടാവട്ടെ. പട്ടി തിരക്കുന്നില്ല. കേൾക്കുന്നില്ലെങ്കിൽ വിട്ട് കളഞ്ഞു. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും മറന്നേക്കണേ. പടക്കമൊക്കെ മരി നേരത്തെ തന്നെ പൊട്ടിക്കുന്നുണ്ട്. ഒരു നേരമൊക്കില്ലേ പടക്കം പൊട്ടിക്കാൻ. നേരത്തെ പൊട്ടിച്ചാ എടാ പുറകെ കേട്ടാ. കേട്ടാ. ഓ ദാറ്റ് വാസ് ക്ലീൻ. ക്ലീൻ ആയിരുന്നില്ല. അത് ഇങ്ങനെ എടുത്തിട്ട് അത് അത് ക്ലീൻ ആയിരുന്നു. Siko the goat. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ.